ഇതുവരെ യൂട്യൂബിലില്ലാത്ത സിമ്പിളായിട്ടുള്ള 2 4 മണി പലഹാരമാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിലും വീട്ടിലുള്ള ചേരുവകൾ വെച്ചും ചെയ്യാൻ പറ്റിയതും അടുപ്പത്തുള്ള പണി കുറച്ചുകൊണ്ടുള്ള ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഇത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പാലിൽ തിക്കായിട്ട് ഇത് അല്പം മിക്സ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാണിച്ചു തരാം. ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം ചൂടായ ഉടനെ ഗ്യാസ് അങ്ങ് സിമ്മി വയ്ക്കുകയാണ് ചെയ്യുന്നത്. തിരുമ്മിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ബാക്കി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ മനസ്സിലാകും. പ്രത്യേകിച്ച് അളവൊന്നുമില്ലേ. ഇത് തേങ്ങ വറുക്കൊന്നുമല്ല ചെയ്യുന്നത്. ഈ തേങ്ങയുടെ ഈ വെള്ളമയം ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്യാസ് സിമ്മി വെക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എല്ലാ ഭാഗത്തുനിന്നും ആ നനവൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. തേങ്ങയുടെ ടേസ്റ്റ് ഒട്ടും മാറാനും പാടില്ല. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലുള്ളവർ അതെടുത്താൽ മതി. അത് ഡയറക്റ്റായി യൂസ് ചെയ്യാം. ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒട്ടും ബ്രൗണും ഒന്നും ആകാൻ പാടില്ല. ജസ്റ്റ് ചൂടായാൽ മതി. നന്നായിട്ടൊന്ന് ചൂടാവും. നമ്മുടെ ഈ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒരു നല്ലൊരു മണമൊക്കെ വരുവേ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ. ഇങ്ങനെ എടുത്ത് നോക്കി ഒന്നൊന്നേ തൊടാത്ത ഒരു സ്റ്റേജിലോട്ട് വരുമേ ഈ ഒരു കണ്ടീഷനാക്കി വെച്ചാൽ മതിയേ. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് നിരത്തി ഇടുക. ഈ പാത്രത്തിൽ തന്നെ അങ്ങ് നിരത്തി വെച്ചാൽ മതി. ഇല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ നിരത്തി ഇട്ടിട്ട് നല്ലതായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നന്നായിട്ട് ഇത് ആറണേ. ഇനി ഉപ്പേരി എടുത്തിട്ടുണ്ട്. ഏത്തക്ക ഉപ്പേരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിടുവാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാമേ. 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ലൈറ്റായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമുള്ള ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയും ചേർക്കാമേ. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള രീതിയിൽ ചേർക്കാവുന്നതാണ്. ഇനി ആറാൻ മാറ്റി വെച്ച തേങ്ങയ്ക്കകത്ത് മൊത്തം എടുക്കുന്നില്ല, കുറച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ആറിയിരിക്കണേ. അതോടെ ചേർക്കുകയാണേ. ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ച് വയ്ക്കുകയാണേ. ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഒട്ടിയിരിക്കുന്നൊന്ന് വിട്ടെടുക്കുകയാണ്. ഇനി ഒരല്പം നെയ്യോടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. നെയ്യ് ചേർക്കുമ്പോൾ ലാസ്റ്റ് ചേർക്കണേ. അപ്പം നന്നായിട്ട് മിക്സ് ആയിക്കോളുവേ. ഇനി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി അടിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല പൊടിയാക്കണേ. മാക്സിമം എത്രയും പൊടിയാക്കാമെന്നോ അത്രയും പൊടിയാക്കണേ. അപ്പോൾ അതിന് നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ശകലം പാലിനകത്തോട്ട് ശകലം മിക്സ് ചെയ്തുകൊണ്ട് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു 4 മണി പലഹാരമാണ്. ഇനി രണ്ടാമത്തെ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതേ മിക്സിയുടെ ജാറ് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലും കുറച്ച് ഉപ്പേരി ചേർക്കുകയാണ്. ഇത് നേന്ത്രക്കായുടെ ഉപ്പേരിയാണ്, വാഴക്കായുടെ അല്ല, നേന്ത്രക്കായ. അതിലും കുറച്ച് തേങ്ങ, നന്നായിട്ട് ആറിയ തേങ്ങ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇതും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ അളവ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിൽ മധുരത്തിന് ചേർക്കുന്നത് ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ ഈന്തപ്പഴം ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് പൊടിക്കുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വേണം എടുത്തുകൊണ്ട് വരാനായിട്ട്. വെളിയിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പൊടിക്കുന്നതിന് മുമ്പായിട്ട് 1-2 മണിക്കൂർ നേരത്തേന് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. അതായത് ഈർപ്പമയം പറ്റാതെ. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന കാരണം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നല്ലവണ്ണം പൊടിഞ്ഞു കിട്ടും. നല്ലതായിട്ട് തണുത്തിരിക്കുന്ന ഈന്തപ്പഴം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അടിക്കുവാണെങ്കിൽ നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടും. ആദ്യമേ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. വാനില എസൻസ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർക്കാവുന്നതാണ്. വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡേറ്റ്സ് എല്ലാം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുക തണുത്തിരിക്കുന്ന കാരണമേ. ശർക്കര പൊടിച്ച് ചേർത്ത പോലെ അത് പൊടിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടത് മിക്സ് ആക്കിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് പൾസ് അടിച്ച് വിടണം, നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയേ. ഇതിപ്പോൾ ഒരു ബൈൻഡിങ് ടെക്സ്ചർ കിട്ടുകയും ചെയ്യും ഡേറ്റ്സ് ചേർക്കുമ്പോൾ. പ്ലസ് അതിൻ്റെ കൂടെ മധുരവും കൂടെ ആവശ്യത്തിനുള്ള കിട്ടുകയും ചെയ്യും. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് ഷേപ്പ് വേണേലും പിടിക്കാവുന്ന ഒരു രീതിയിൽ അതിൻ്റെ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലഡു ഷേപ്പിലോ ഇല്ലെങ്കിൽ ബർഫി ഷേപ്പിലോ
പിന്നെ എന്തെങ്കിലും മോൾഡ് ഉണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലും ആക്കി എടുക്കാനായിട്ട് പറ്റുമേ. ഇതിനകത്ത് വെള്ളമയം ഒന്നുമില്ല, അതുകൊണ്ട് നല്ലോണം 2, 3, 4, 5 ദിവസത്തേന് കീപ്പ് ചെയ്യാനും ഒക്കെ പറ്റുമേ. ഇനി ഒരു പരന്ന ഒരു കുഴിഞ്ഞ പാത്രം എടുക്കണേ. എടുത്തിട്ട് ആ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന, അതായത് ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് പൊടിച്ചതിന് ശേഷം ആ പാത്രത്തിലോട്ട് നിരത്തിയിട്ടിട്ട് ഈ ലഡു, അതായത് ഉപ്പേരി ലഡു എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു കോട്ടിങ് കിട്ടുന്ന രീതിയിൽ ചുറ്റിച്ചുകൊണ്ടിരിക്കുക. ആദ്യമേ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഒരല്പം ലഡുവിൻ്റെ ടെക്സ്ചർ മാതിരി വെളിയിൽ കുറച്ച് കട്ടിയായിട്ട് അകത്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കുക. അതായത് നമ്മുടെ ആ ലഡുവിൻ്റെ ഒരു ടെക്സ്ചറിൽ കിട്ടുകയും ചെയ്യും. നമുക്കിത് പാക്ക് ചെയ്തുകൊണ്ട് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം. പരസ്പരം തമ്മിൽ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഉരഞ്ഞത് കാരണം അതിൻ്റെ ഷേപ്പ് ഒന്നും നഷ്ടപ്പെടാനേ പോകത്തില്ല. അകം നല്ല, ഇതിപ്പോൾ മുറിച്ചിട്ട് പോലും അതിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ടെക്സ്ചർ കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേന് ഇതുപോലെ സർപ്രൈസായിട്ടൊക്കെ ചെയ്ത് കൊടുക്കണം. കൂടാതെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. Thank you for watching.